കറണ്ട് പോക്കും നെറ്റ് പോക്കും കുറെ ഉണ്ട്. നെറ്റ്വർക്ക് പോക്കും കറണ്ട് പോക്കും നെറ്റ്വർക്ക് പോക്കും എന്ന് വേണ്ട കുറെ ഡ്രാമകളായിട്ട് ഇങ്ങനെ നടക്കുക. കുറെ അവന്മാര് ഫോൺ പിടിച്ചങ്ങ് ഇരിക്കുക ഇങ്ങനെ തൊഴിൽ നേരെയില്ലാതെ. ഇൻഷുറൻസ് മോട്ടിച്ച് തിന്നാൻ വേണ്ടി ഇരിക്കുക ഇൻഷുറൻസ് മോഷണക്കാർ കുറെ. എന്താണ് ഇങ്ങനെ ഇങ്ങനെ നടക്കുക ഇങ്ങനെ. ഇതൊക്കെ ആരാണ് ഈ വായ്പ പഠിക്കത്? നീയൊക്കെ ആരാണ് എന്നെ പഠിക്കാൻ നടക്കാന്? നിനക്ക് ആരാണ് അധികാരം വന്നേക്കുന്നത്? എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ നീയൊക്കെ ആരാണ്? നീ ആരാണ് കണിയാൻകുട്ടത്തേണ്ടി? നീ ആരാണ് കണിയാൻകുട്ടനെ? കണ്ട അയലത്ത് കിടക്കുന്നവരൊക്കെ സാധാരണത്തെ കാര്യം നോക്കാൻ ആരാടാ? നിന്റെ കയ്യിൽ വല്ല വാങ്ങിച്ചിട്ട് അന്നും തുടങ്ങുന്നത് എടാ വേണ്ടി? നീ ഇവിടുത്തെ കാര്യം ക്യാമറയൊക്കെ ഭരിക്കാൻ നീ ആരാണ് കണിയാൻ വേണ്ടി? നീ എന്റെ അവരെയൊക്കെ നിയന്ത്രിക്കാന് അയലത്ത് കിടക്കുന്ന തെണ്ടിയൊക്കെ എന്റെ ക്യാമറ നിയന്ത്രിക്കാൻ നീ നിനക്ക് ആരാണ് വൈകി തരുന്നത്? എടാ തെണ്ടി നീ ക്രിമിനലായിട്ട് ഇരിക്കുന്നതാ കാണിക്കാൻ പറ്റി. കണ്ടാലും ക്യാമറയൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്നതാ. നീ ആരാണ് ഞങ്ങളുടെ ക്യാമറ ഉണ്ടാക്കാന്? ഓഫ് ചെയ്തിട്ട് ആരാണ് കഥയുണ്ടാക്കുന്നത്? എന്റെ ക്യാമറ ഓഫ് ചെയ്തിട്ടേക്ക് ഇത് പന്തക്കൈലൊക്കെ കുഴി കഴിഞ്ഞ് വരുന്നോടാ ഇവിടെ. ഇനി പന്തക്കൈലൊക്കെ പോയി കഴിയാണ്ട് പന്ത തോന്നിയൊക്കെ അടിക്കുന്നോടാ വേണ്ടി. എങ്ങാണ്ട് 3 നാളി അവന്റെ മോനെ പാലാപ്പിക്ക് വിടുവായിരുന്നു. നാടകം നടക്കാനിട്ട് എന്റെ 5 ക്യാമറ അടിച്ചു കൊടുത്തത്. ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്തിട്ടാ അവന്റെ ജോലി. ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് നാടകം ഉണ്ടാക്കുന്നു. കുറെ അവരാവിന്റെ കൂട്ടിച്ചിടാനുണ്ട്. തേണ്ടി സമയത്ത് ഉണ്ടാക്കിയ കുറെ അവരാവിന്റെ കൂട്ടിച്ചികളും കൂട്ടിച്ചന്മാരും വേശ്യകളെ മുതുവേശ്യൊക്കെ ജനിക്കണ നേരത്തെ ജനിച്ച കുറെ പുതുവേശ്യകൾ. നീയൊക്കെ പോയില്ല വേശ്യാപ്പണിക്ക്. 90 വയസ്സിന് പോവാൻ വേശ്യാപ്പണിക്ക് പോയിട്ട് കഥയുണ്ടാക്കൽ ഏതാണെന്ന് വെച്ചാൽ ഈ നടത്തുന്നേ. കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കാതെ വേശ്യാപ്പണിക്ക് പോവും. വിവാഹപ്പണികൾ ഇതുവരെ വേശ്യാപ്പണി ചെയ്ത് 5 പൈസ ഉണ്ടാക്കിയില്ല. നീയൊക്കെ നടത്തി ഇങ്ങനത്തെ വേശ്യാപ്പണിയും കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കുന്നത് നീയൊക്കെ നടക്കായി. നിങ്ങൾക്കൊക്കെ അറിയത്തില്ല ഈ എങ്ങനെയാ വേശ്യാപ്പണി ചെയ്യുന്നത്. തുണി ഒക്കെയൊക്കെ കിടന്ന് വേശ്യാപ്പണി ചെയ്ത് നീ കാശുണ്ടാക്കും. എനിക്ക് നല്ലൊരു ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ അറിയാം. ഞാൻ ഇതുവരെ വേശ്യാപ്പണി ഒന്ന് പോയി കാശുണ്ടാക്കിയിട്ടില്ല. അവരെ ആളുകളെ ഒന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരാളിന്റെ 5 പൈസ കാശ് വാങ്ങിച്ചിട്ടില്ല. നെന്മാടിയിലൊന്നും നെന്മാടത്തിന് എടുക്കുന്നോടാ പണിയാ നാറി പട്ടി എങ്ങാണ്ട് 3 കണിയാൻ എന്റെ മോനെ പാതിരാത്രിക്ക് വിരിയിലാണ് നിങ്ങളുടെ ജോലി. ഇത് വേണം നിനക്ക് പോക്കേട്. നീ എന്താ പറയാ ഇവിടൊക്കെ കഴിക്കാൻ നീ ആരാ സാധേമത്തിൽ കഴിക്കാറ്? ഇതൊക്കെ എന്ത് വേണം? നിന്റെയൊക്കെ വീട്ടിലാണ് അറിയുന്നാൽ മതി. അല്ലാതെ ഇങ്ങോട്ട് കയറുന്ന അറിയുന്നു. നിനക്ക് നിന്റെ വീട്ടിൽ സാധേമത്തിൽ അറിയുന്നു. ഇങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ വേണ്ട. തെമ്മാടിത്തരം കൊണ്ട് നടക്കുന്നു പറയാൻ മതി. കുറെ പെണ്ണുങ്ങളുടെ കഥ ഇതുപോലെ പറയുന്നതിന് ഒത്തിരി അവളുമാർ കേട്ടിട്ടുണ്ട്. കുറെ അവളുമാരുടെ കഥ ഇങ്ങനെ കഥ പറഞ്ഞു നടക്കുക. നാണം കെട്ടവന്മാരും അമ്മമാരും കഥ കുറെ പറഞ്ഞ് നടക്കുക. നാണം ഇല്ലപ്പോൾ അയ്യോ എന്റെ അമ്മയുടെ കയ്യെ പോലെ തന്നെയാണ് എന്റെ കയ്യും. അമ്മയുടെ കയ്യേലുള്ള നേട്ടങ്ങളൊക്കെ തന്നെ എന്റെ കയ്യേലും ഉള്ളത്. ഇതുപോലെ നമ്മളെ അമ്മയെ പെടുത്തിക്കൂട്ടിയത് ഇപ്പം പെടുത്തിക്കൂട്ടുന്നത് ഒരു ചന്ദന കൈവർണ്ണമോ വന്ന് കയറിയ ഒരു ബിജുപി എന്ന് പറയുന്ന ഒരു പല്ല കൈവേറി മോനെ കണ്ട് മരക്കാപ്പട്ടി എങ്ങാണ്ട് ഒരു മരക്കാപ്പട്ടി വന്ന് കയറിയ ഒരു മരക്കാപ്പട്ടി വന്ന് കയറിയതല്ല. അവനെ എടുത്ത് കളഞ്ഞ മരക്കാപ്പട്ടിയെ. പിന്നെ നടക്കുമോ മരക്കാപ്പട്ടി എങ്ങാണ്ട്? ബിജുപി എന്ന് പറയുന്ന മരക്കാപ്പട്ടി ആരാണ് എടുത്തെ മരക്കാപ്പട്ടി എങ്ങാണ്ട്? ബിജുപി മരക്കാനെങ്ങാണ്ട് എന്റെ കൂടെ പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കി നടക്കുക. ഞണ്ടി റേപ്പ് കേസ് മറ്റേ കേസ് കൊണ്ട് നടന്ന് റേപ്പ് ചെയ്ത് ഇതൊക്കെ അവന്മാരുണ്ടാക്കുന്നത്. ഒരിക്കൽ ഇങ്ങനെ കേസ് കൊടുക്കുക എന്തുവാ എന്നെ അവൻ ഇങ്ങനെല്ലാം കൊണ്ട് നടന്ന് കടയെല്ലാം പീഡിപ്പിച്ച് റേപ്പ് ചെയ്ത് റേപ്പ് കേസ് അഡ്വക്കേറ്റ് റേപ്പ് കേസുണ്ട്. റേപ്പ് കേസ് ഇവിടെ കേസുമായിട്ട് നടക്കുക. അതുപോലെ ഇവിടെല്ലാം അടിച്ചു കയറി മുസ്ലിം കേസ് ഉണ്ടാക്കാൻ
അമ്മയുടെ കൂടെ ഇവിടെ പോയതാ. നെറ്റിക്കും മുത്തിക്കും കണ്ടാനോടൊന്നും പോയതല്ല. പോയതല്ല അമ്മയോട് പറഞ്ഞിട്ടായിരുന്നു. എന്തോ കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. എന്തോ കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അത് നീയൊന്നും തീരുമാനിക്കണ്ട. കന്യാകുട്ടനും അയൽത്തിലാക്കുന്നവരും നീയൊന്നും അല്ല തീരുമാനിച്ചത് ഞാൻ ആരോടെ കൊടുക്കണമെന്ന്. മനസ്സിലായോ? ഇടുക്കി ഞാൻ ചീത്താടി ഞാൻ പറഞ്ഞു ഉപന്യാസം കൊണ്ടാക്കാന്. ഇത് ചീത്താടി ഒറ്റ ഇടുക്കി ഞാൻ പറഞ്ഞു ഉണ്ടാക്കിയതോ എടുത്തോ. ആ നമ്മളൊരാളുടെയും കാര്യം കേൾക്കുന്നില്ല. ഉണ്ടോ അമ്മേ? എന്നിട്ട് ആരാ നമ്മുടെ കാര്യം കേൾക്കാന്? പണ്ടാണ്ടൊക്കെ കാര്യം വരുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരാറോടെ പോയി ഇവരാറോടെ പോയി എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് വരുന്നതൊന്നും നമ്മൾ കേൾക്കും. നമ്മുടെ കാര്യം നമുക്ക് അറിയത്തുള്ളൂ. നീക്ക് ആരാ ഇവർക്ക് കാര്യം കേൾക്കാന്? നീക്ക് ആരാ ഇവർക്ക് കാര്യം കേൾക്കാന്? കുറെ അമ്മമാർ കയറി ഇരിക്കുന്നു. കുറെ ക്രിമിനലുകൾ കയറി ഇരിക്കുക. ഓരോ വിഷം ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചതുകൊണ്ട് ഇവിടെ താമസിക്കുമ്പോഴേ കഥ ഉണ്ടാക്കി. കഥകള് കുറെ ഇല്ലാത്ത കുറെ പാതിരാത്രിക്ക് അവനെ വിടുവായിരുന്നു. അവന്റെ മോനെ ഇങ്ങനെ എഴുന്നേറ്റ് ഒരു വെമ്മാടി ഒരു കന്യാന്തന്മാരി ഇല്ല. ഒരു കന്യാന്തന്മാരി പല കന്യാൻ ദീപാവലി പഠിക്കുന്ന ലക്ഷമേടെ വീടാ. ഇവർ കണ്ടവരൊന്നും കയറി ഇങ്ങോട്ട് കയറി ഭരിക്കണ്ട. നീ നിന്റെ വീട്ടിൽ നോക്കിയാൽ മതി. ഇവിടുത്തെ കാര്യമൊന്നും നീ ഒന്നും നോക്കണ്ട. ഇവിടുത്തെ കാര്യമൊന്നും ഭരിക്കണ്ട. ഒരു ചൂപ്പിയും നീ ആരാ ഇവിടുത്തെ ഇത് നോക്കാന്? എന്റെ കൊച്ചിന്റെ കഴുത്തേക്കടന്ന് വരാൻ പറിച്ച് 103 ഭാഗം നശിപ്പിക്കാൻ. ഇപ്പൊ എന്റെ കൊച്ചിന്റെ കഴുത്തേക്കടന്ന് വലിച്ചെടുത്ത് നാറി എങ്ങാണ്ട് നാറി എരമങ്കെട്ട നേരത്തെ ജനിച്ച നാറി നേരത്തെ ജനിച്ച ഒരു നാറി എന്റെ 103 ഭാഗം നശിപ്പിച്ച് എന്റെ സ്വത്ത് മുതൽ നശിക്കാതിരിക്കാനാ ഭഗവാൻ എനിക്ക് 7 സെന്റ് ഭഗവാൻ എന്റെ കൂടെ എന്നും ഉള്ളത് കൊണ്ട് ദൈവമേ 14 സെന്റ് എഴുതി ഉണ്ടാക്കിയത്. അല്ലാതെ ഈ എങ്ങാണ്ട് നാറിപ്പട്ടി എങ്ങാണ്ട് മുടിഞ്ഞ എരമങ്കെട്ട നേരത്തെ ജനിച്ച കുറെ നാറികള് മുത് വേശ്യകൾക്ക് പിറന്ന നാറികൾ എങ്ങാണ്ട് വേശ്യകൾ ജനിക്കേണ്ട വേശ്യ ആണുങ്ങൾ ജനിക്കേണ്ട നേരത്തെ ജനിച്ച കുറെ നാറികളെ കണ്ട് എങ്ങാണ്ട് കുടുംബത്തുകാർ നശിപ്പിച്ച നാളെ വേശ്യ പോൻ. വിളിച്ചോണ്ടൊക്കെ നടക്കുമല്ലോ. ഇലിയാണ് എങ്ങാണ്ട് തെമ്മാടിയുടെ ഇലിയാണെന്നുണ്ട്. എങ്ങാണ്ട് പുതുതെമ്മാടിയുടെ ഇലി ആ ഇലിയെങ്ങാണ്ട് കണ്ടേച്ചാലും അറിയില്ലല്ലേ. ഇലി ഇങ്ങനെ അവരാഴ്ച കഥ പറയുന്ന അതിന്റെ ഇലി അവരാഴ്ച കഥ പറഞ്ഞു നടക്കുന്ന അതിന്റെ കുറെ കൂട്ടുകാരി പറയും. എന്റെ കൊച്ചിന്റെ ആളെ വരെ ഒന്ന് കഴുത്ത് പറിച്ചു. എന്റെ കൊച്ചിന്റെ കഴുത്ത് വരെ പറിച്ചാൽ വേണ്ടി എന്റെ വീട്ടിൽ കയറി എന്റെ കൊച്ചിന്റെ കഴുത്ത് പറിച്ച തെണ്ടി പറ്റി എങ്ങാണ്ട് മുടിയാവുന്നുണ്ടായ തെണ്ടി എങ്ങാണ്ട് അവരാഴ്ച